മകയിരം പ്ലാന്റേഷനിൽ റിസോർട്ട് പ്രവർത്തിക്കാൻ അനുമതി നൽകിയതിൽ കുരുക്കിലായി ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ഏലപ്പട്ടയത്തിൽ നിലവിലുള്ള കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്താൻ NOC വേണ്ടെന്ന് വ്യക്തമാക്കി പഞ്ചായത്തിന് കത്ത് നൽകിയത് ജില്ലാ കളക്ടറാണ്. എന്നാൽ ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നതോടെ കളക്ടർ നിലപാട് മാറ്റി. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ മകയിരം റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. മകയിരം പ്ലാന്റേഷനിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടർ സ്വീകരിക്കുന്നത് പരസ്പര വിരുദ്ധമായ നടപടികളാണ്. ഡിസംബർ 19-ന് കെട്ടിടങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് NOC വേണ്ടെന്ന് ജില്ലാ കളക്ടർക്ക് വേണ്ടി ഡെപ്യൂട്ടി കളക്ടർ K. മനോജ് പള്ളിവാസൽ പഞ്ചായത്തിന് വിശദീകരണം നൽകി. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് റിസോർട്ടിന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. റവന്യൂ NOC ലഭിച്ചതിന് ശേഷം മാത്രമേ പഞ്ചായത്തിന് അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ പഞ്ചായത്ത് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ ലൈസൻസോ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെയുള്ളൊരു നടപടി പഞ്ചായത്ത് സ്വീകരിച്ചതായിട്ട് അറിവില്ല. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ജില്ലാ കളക്ടറോട് വിശദീകരണം തേടുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ്. ഇതിന് പിന്നാലെ ജില്ലാ കളക്ടർ തന്റെ മുൻ നിലപാട് തിരുത്തി. ഏലപ്പട്ടയത്തിൽ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകരുതെന്ന് ജില്ലാ കളക്ടർ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. മെയ് 24-ന് ഏലപ്പട്ടയത്തിൽ റിസോർട്ട് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും വീണ്ടും ഉത്തരവിട്ടു. 3 ദിവസം കഴിഞ്ഞ് ജില്ലാ കളക്ടർ എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഹൈക്കോടതിയിൽ നൽകിയത്. ഏലപ്പട്ടയ ഭൂമിയിൽ റിസോർട്ട് പ്രവർത്തിക്കാൻ അവസരമൊരുക്കിയ തന്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇത്. പ്രവർത്തനാനുമതി നൽകിയ പള്ളിവാസൽ പഞ്ചായത്തിന് ഇത് റദ്ദാക്കാൻ ഒരു നിർദ്ദേശവും ഇതുവരെ ജില്ലാ കളക്ടർ നൽകിയിട്ടില്ല. നിർദ്ദേശം ലഭിച്ച തഹസിൽദാർ 20 ദിവസം ഒരു നടപടിയും സ്വീകരിച്ചില്ല. പിന്നീട് മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെയാണ് റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.